ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. ജയിൽ മോചിതനായ PV അൻവർ വീട്ടിലെത്തി. വഴിനീളെ പ്രവർത്തകരുടെ സ്വീകരണം. ഇനി UDFുമായി കൈകോർക്കുമെന്ന് അൻവർ. കഴിഞ്ഞ ദിവസം രാത്രി 8:25 പുറത്തിറങ്ങിയ അൻവറിന് വഴിയിലുടനീളം പാർട്ടി പ്രവർത്തകർ സ്വീകരണമൊരുക്കിയിരുന്നു. പൂമാലയും പൊന്നാടയും അണിയിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ അൻവറിനെ വരവേറ്റത്. പ്രവർത്തകർ നൽകിയ ഇളനീർ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന അൻവറിന് ചങ്കുവെട്ടിയിൽ വെച്ചായിരുന്നു ആദ്യ സ്വീകരണം. പിന്നീട് മഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ DMK പ്രവർത്തകർ സ്വീകരണമൊരുക്കി. ഇനി ഒറ്റയ്ക്കല്ലെന്നും ഒരുമിച്ചുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ പറഞ്ഞു. ജനങ്ങളാണ് എന്റെ ശക്തി. അത് ഈ നാടിന്റെ നാനാഭാഗത്തും വലുതുമാകട്ടെ, ഏറ്റവും പാവപ്പെട്ടവരുണ്ടാവും, ഇതിനാണ് വലിയവരുണ്ടാവും, വലിയ ആളുകളുണ്ടാവും. എല്ലാ സമൂഹത്തോടും ഒരുപാട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന രീതി എല്ലാ ഘട്ടങ്ങളിലും ആര് കൈവിട്ടാലും എന്നെ കൈവിടാത്തതും ജനത ഈ നാട്ടിലുണ്ട് എന്നല്ല. ഇനി ഒറ്റയ്ക്കല്ല പോരാട്ടമെന്ന് താങ്കൾ പറയുന്നു. UDFന് ധാർമ്മികമായി നന്ദി പറയുന്നു. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ നടത്തുകയാണോ താങ്കൾ? അല്ല, അത് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എന്താ പറയാന്നൊരു കണക്കാണ്. എൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമാണ്. അത് വളരെ വിശദമായിട്ട് നമ്മുടെ പത്രസമ്മേളനത്തിൽ ആ രാഷ്ട്രീയം വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തങ്ങളെ പിന്തുണച്ച നേതാക്കളെ വെച്ച് ഫോൺ സംസാരിച്ച് നന്ദി പറഞ്ഞ എല്ലാ UDF എല്ലാവരും എക്സൈസിൻ്റെ ചെന്നിത്തലയെ ബന്ധപ്പെട്ടു, പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടു, CP ജോണിനെ ബന്ധപ്പെട്ടു. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച അതുപോലെ തന്നെ ബിഷപ്പ് ബത്തേരി ബിഷപ്പ്, താമരശ്ശേരി ബിഷപ്പ്, ബഹുമാനപ്പെട്ട റവന്യൂസ് ഇൻജാനിയൽ ബിഷപ്പ് വരെയൊക്കെ UDF നേതാക്കളുടെ അനുകൂല പ്രതികരണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും വനഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും അൻവർ പറഞ്ഞു. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യം. യോജിച്ച പോരാട്ടത്തിൽ ആരുമായും സഹകരിക്കും. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ പിന്തുണ തേടുമെന്നും അൻവർ പറഞ്ഞു. വൈകിട്ടോടെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിൽ എത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെയാണ് ജയിൽ മോചനം വൈകിയത്. രാത്രി 7:45 അൻവറിന്റെ മോചനത്തിനുള്ള ബോണ്ടുമായി DMK സംസ്ഥാന കോർഡിനേറ്റർ VS മനോജ് കുമാർ മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി തവനൂരിലെ ജയിലിൽ നിന്നും അൻവർ പുറത്തിറങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്.